ചെയ്യാനുള്ള വരവ്, അദ്ദേഹത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്നൊരു വിഷമം പാണ്ഡവർക്ക്. കാര്യം കാട്ടാളനല്ലേ, കാട്ടാളന്റെ സപ്പോർട്ട് മേടിച്ചാൽ പിന്നെ അത് യുദ്ധത്തിൽ ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് പോകത്തില്ല, വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ ഘടോൽക്കചൻ മരിക്കാനും കാരണമുണ്ട്. അതെല്ലാം അതിന്റെ ട്വിസ്റ്റുകളാണ്, വളരെ രസകരമായ ട്വിസ്റ്റാണ്. അവസാനം മരണപ്പെട്ടപ്പോ കയ്യിലെ നിറയെ ബുദ്ധിമുട്ട് വന്നപ്പോ, കരച്ചിൽ വന്നപ്പോ കൃഷ്ണൻ വന്ന് പറഞ്ഞു, എന്തിനാ ഘടോൽക്കചൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അർജുനൻ ജീവിച്ചു എന്നാണ്, രക്ഷപ്പെട്ടു എന്നാണ്. കാര്യം അർജുനന് വേണ്ടി വെച്ചിരുന്ന വേൽ കർണൻ നിവൃത്തിയില്ലാതെ എടുത്ത് ഘടോൽക്കചന് പ്രയോഗിച്ചു. ദാറ്റ് മീൻസ് അർജുനൻ രക്ഷപ്പെട്ടു. ഒന്ന്. രണ്ട്, യുദ്ധം കഴിഞ്ഞാലും ഘടോൽക്കചനെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റില്ല, അവൻ കാട്ടാളനാണ്. അപ്പൊ നേരത്തെ പോയത് നന്നായി. ഇതെല്ലാം കേട്ടുകൊണ്ട് കൈനിലേക്ക് തൊട്ട് പിന്നിൽ ആരിരിപ്പുണ്ട്? ഭീമൻ ഇരിപ്പുണ്ട്. അച്ഛനാണ്, ഒരച്ഛന്റെ വേദനയാണ്. ഇങ്ങനെ തുടങ്ങി ചില മൗനങ്ങൾ ഇതിഹാസത്തിലുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഒന്ന് എഴുതണമെന്ന് എന്ന് പറഞ്ഞയാളാണ് എം ടി. ഈ എം ടിയെ വായനയിലേക്ക് കൊണ്ടുവന്നതാരാണ്? അദ്ദേഹം പഠിച്ച സ്കൂളിൽ നല്ല ലൈബ്രറി ഉണ്ട്. അന്നക്കാലത്ത് സ്വന്തമായിട്ടൊരു പുസ്തകം മേടിക്കാൻ നിവൃത്തിയില്ല. എം ടി സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടാക്കിയ കഥ അദ്ദേഹത്തിന്റെ തന്നെ രമണീയം ഒരു കാലം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. രമണൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം സ്വന്തമാക്കിയ കഥ ഇത്ര ത്രസിപ്പിക്കുന്ന ഒരു കഥയാണ്. കാരണം വില കൊടുത്ത് പുസ്തകം മേടിക്കാൻ വയ്യ. ദൂരെ ഒരു തറവാട്ടിൽ പോയി ഒരു കൈപ്പുസ്തകം മേടിച്ചുകൊണ്ട് വന്നു, കയ്യെഴുത്ത് പ്രതി മേടിച്ചുകൊണ്ട് രാത്രി തട്ടുംപുറത്തിരുന്ന്, മലബാറിലെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ 2 നിലയാണ് വീടൊക്കെ, തട്ടുംപുറത്തിരുന്ന് മണ്ണെണ്ണളക്കിന്റെ അടുത്തിരുന്ന് ഈ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഓപ്പോളും ചേട്ടനും കൂടെ ഇരുന്ന് പകർത്തി എഴുതി. അവരുടെ കൈയങ്ങ് കഴച്ചപ്പോൾ അനിയൻ നോക്കിയിരുന്ന് ഉറപ്പോഴും നോക്കിയിരിക്കുന്ന അനിയൻ നീങ്ങിയിരുന്നിട്ട് പറഞ്ഞ്, ഒപ്പോളെ ഞാൻ എഴുതാമെന്ന് പറഞ്ഞ് മേടിച്ചെഴുതിയപ്പോൾ വലിയ അക്ഷരവും വൃത്തി കുറഞ്ഞ അക്ഷരവും, നീ മാറിയിട കൊച്ചാന്ന് പറഞ്ഞ് നേരം വെളുത്തോളം 3 പേരും കൂടെ എഴുതിയിട്ടാണ് രമണൻ എന്ന് പറയുന്ന പുസ്തകം എം ടിക്ക് സ്വന്തമാക്കാൻ കഴിയും. ആ മനുഷ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് കൊടുക്കാതെ വന്നപ്പോൾ ആ സ്കൂളിലെ തന്നെ നമ്പീശൻ മാഷ് ഇദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുസ്തകം കൊടുക്കുമ്പോഴും, സ്കൂളിൽ പുസ്തകം കൊടുക്കാത്ത കൊണ്ടുകളയുമെന്നും പറഞ്ഞാണ് നമ്മളൊക്കെ പഠിച്ച സ്കൂളിന്റെ സ്വഭാവം. ചാർജുള്ള സാറന്മാർ കൊടുത്തായി കൊണ്ടുകളയും സാറെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സ്കൂൾ ലൈബ്രറിയുടെ മിക്കതിൻ്റെയും താക്കോല് പൂട്ടി കിണച്ചിട്ടേക്ക്. ആരെങ്കിലും കൊള്ളാവുന്ന ഒരു സാറ് ലൈബ്രറിയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി വാച്ചാതിലുള്ള സാർ അവിടെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട്, എല്ലാവരും അല്ല, മിക്ക ലൈബ്രറി സ്കൂളുകളും ചെയ്യുന്ന രാജ്യദ്രോഹം. ഇവിടെ അവിടെയും അന്നും അത് തന്നെ സംഭവിച്ചു. ഈ നമ്പീശൻ മാഷ് കൊടുത്ത പുസ്തകം ദൂരദേശത്തു നിന്ന് 5-8 നാഴിക അകലെ നടന്നു വരുന്ന അമ്പീശൻ മാഷും അതിനേക്കാൾ ദൂരെ നിന്ന് എത്തിയും കൂട്ടരും എല്ലാം കൂടെ വരുമ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ടു വരുമ്പോൾ ഒന്നിച്ച് നടന്നു വരികയും ലോക ക്ലാസിക്കുകളെ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഖണ്ഡശ്രീയായിട്ട് ഓരോ ദിവസം പറഞ്ഞ് പിറ്റേ ദിവസത്തെ ബാക്കികൾ നോക്കി ആ യാത്രയെന്ന് മനസ്സിൽ നിന്ന് നോക്കി ഒരു സംഘം കുട്ടികൾ ഗ്രാമപ്രദേശത്തൂടെ വൈതരമ്പിന് തോട്ടുവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. സാറ് ലോക ക്ലാസിക്കുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തീരാത്തത് പിറ്റേന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞു മനസ്സുകളിൽ കഥ നട്ടു വളർത്തിയത് കൊണ്ടാണ് പിന്നീട് നമുക്കൊരു എത്തിയെ കിട്ടിയതെന്ന്. എന്നാൽ ആ നമ്പീശൻ മാഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നു. നമുക്കാർക്കും അറിഞ്ഞുകൂടാതെ 100 കൊല്ലം മുമ്പ് എവിടെയോ ജീവിച്ചിരുന്ന നമ്പീശൻ മാഷ് ഇപ്പോഴും എം ടിയിലൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് എന്നാലോചിച്ച് നോക്കി. മരണമില്ലാത്തൊരു കൂട്ടരായാലും വൃത്തിയായിട്ട് വർക്കത്തായിട്ട് ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? പുതിയ അറിവുകൾ വേണം. നോളജ് ഈസ് പവർ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഇങ്ങനെയാണ്. അറിവ് പോലെ ശക്തമായ വേറൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഈ പുതിയ കാലത്തെ കുട്ടികൾ, പുതിയ ടെക്നോളജിയുടെ കാലത്തെ കുട്ടികൾ ഒരുപാട് കാര്യത്തിൽ നമ്മളെക്കാൾ മെച്ചമാണ്. അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടുന്ന, അവർക്കറിയാത്ത പല ലോകങ്ങളും നമുക്ക് അവർക്ക് കാട്ടിക്കൊടുത്തേ മനസ്സിലാവും. നമുക്കുള്ള സ്ഥിതി അതാണ്. ഞാൻ ഇന്നിപ്പം നിങ്ങളോട് ഈ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ മര്യാദയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നു. നാളെയും ഞാൻ ഇവിടെ വന്ന് ഇത് തന്നെ പറഞ്ഞാൽ അവിടെ ഒരു നീരസം ഉണ്ടാകും. മറ്റന്നാളും അത് തന്നെ പറഞ്ഞാൽ ഇനി അങ്ങോട്ടില്ലടെ അയാൾ അത് തന്നെ പറയുന്നു എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ വരുത്താതെ എന്നും എന്തെങ്കിലും പുതിയത് കൊടുക്കാൻ കഴിയുന്ന ഒരു തന്ത്രം നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കൊടുക്കാൻ പുതിയതായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. നിത്യനൂതനത്വമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. കുടുംബബന്ധം പോലും അങ്ങനെയാണ്.
തീർച്ചയായും നമ്മൾ ആവർത്തനം എല്ലാവരെയും വികസപ്പെടുത്തും. അതുകൊണ്ട് പ്രത്യേകിച്ചും കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ നമ്മുടെ കൂട്ടല്ല. ഗാന്ധിജിയോട് കണ്ടെഴുതാൻ പറഞ്ഞ സാറിനെ അറിയാമോ? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയാണ്. ഇന്ന് പല സ്കൂളിലും പറഞ്ഞു കൊടുക്കാത്ത കഥയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നു. UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാറ് ക്ലാസ്സിൽ വന്നിട്ട് AO ക്ലാസ്സിൽ വരുന്നത്, കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് പറഞ്ഞ് ഡിക്റ്റേഷൻ എഴുതുന്നത്, 5 വാക്കിട്ടതിൽ 4 വാക്കും എല്ലാം ശരിയാക്കുന്നു, ഗാന്ധിജി മാത്രം ഒരു വാക്ക് തെറ്റിക്കുന്നു. വാക്കേതാ? കെറ്റിൽ. എന്ത് സംഭവിച്ചു? അവിടെ ക്ലാസ്സിൽ നിന്ന് സാറ് ചെയ്യരുതാത്തത് ചെയ്തു. തൻ്റെ ഷൂസ് ഇട്ട് മോഹൻദാസിൻ്റെ കാലിലൊന്ന് ചവിട്ടിയിട്ട് കണ്ണ് കാണിച്ചു കൊടുത്തു. അടുത്ത സ്ലേറ്റ് നോക്കി എഴുതിക്കോ. എഴുതിയില്ല. അദ്ദേഹം അത് എഴുതിയില്ല. ഈ 10-12 വയസ്സുള്ള കാലത്ത് പോലും അദ്ദേഹത്തിൽ ആ ഒരു ജീൻ ഉണ്ടായിരുന്നു. കണ്ടെഴുതിയില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തൊട്ട് താഴെ പറയുന്നതാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് ആ അധ്യാപകനോട്, ആ സാറിനോട് ഒരു വിരോധവും തോന്നിയില്ല. കാരണം മുതിർന്നവരെ ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ വാക്കാന്നേ. അതിലേറ്റവും കാതലായ മുനയെന്ന് പറഞ്ഞാൽ പോയി എന്നുള്ളതാണ്. പോയി. ബാല്യത്തിലെ, ജനനത്തിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചു പോയി എന്ന് പറയുന്ന ഒരു വർഗം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുക. ഇന്നത്തെ കുട്ടികളിൽ നമുക്കത് പ്രതീക്ഷിക്കേണ്ട, പലരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അതിന് അവരുടെ കുറ്റം മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ചതും ഒക്കെ തന്നെയാണ്. നമ്മുടെ വീടിനകത്തുള്ള പല കാര്യങ്ങളും ഉണ്ട്, എവിടെയായാലും ഉണ്ട്. അത് കുട്ടികളെ മാത്രം മാറ്റി നിർത്തി നമ്മൾ ഒരിക്കലും കുറ്റം പറയാതെ അതെല്ലാം അതിന് ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണ്, വീടുകളിലൊക്കെ ആയാലും. അപ്പോൾ തീർച്ചയായും ആ കുട്ടികളെ തൃപ്തിപ്പെടുത്താൻ പോരുന്ന അറിവിൻ്റെ ഒരു ലോകം നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് ഓരോ ദിവസവും ചെല്ലുമ്പോൾ എന്തെങ്കിലും കരുതി വയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. പാഠപുസ്തകത്തിൽ നിന്ന് പറയുന്നതിനേക്കാൾ പാഠപുസ്തക അനുബന്ധമായി പറയുന്നതായിരിക്കും പിൽക്കാലത്ത് നിലനിൽക്കുക. എന്നോട് ഒരുപാട് പല സന്ദർഭങ്ങളിലും കുട്ടികൾ പറഞ്ഞു, സാർ അന്ന് പറഞ്ഞ അക്കാര്യമുണ്ടല്ലോ, അത് പാഠപുസ്തകത്തിൽ നിന്നുള്ളതല്ല. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും പാഠപുസ്തക അനുബന്ധമായ മറ്റു കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണം? നമുക്ക് അനുബന്ധ വായന വേണം. താജ്മഹൽ പഠിപ്പിക്കുമ്പോൾ ഷാജഹാനെ കുറിച്ച് പഠിപ്പിക്കാം, താജ്മഹലിനെ കുറിച്ച് പഠിപ്പിക്കാം, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാമെങ്കിലും മുതിർന്ന ക്ലാസ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും മുംതാസ് മഹൽ എങ്ങനെയാണ് മരിച്ചതെന്നും കൂടെ പറയും. മുതിർന്ന ക്ലാസ്സിലാണെങ്കിൽ 5-ലും 6-ലും 7-ലും ആണെങ്കിൽ അത് പഠിപ്പിച്ചു കൂടാ. കാര്യം അതുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ അറിയാമല്ലോ എങ്ങനെയാണ് മരിച്ചത്. 19 കൊല്ലത്തെ ദാമ്പത്യത്തിൻ്റെ ഇടയ്ക്ക് 14 പ്രാവശ്യം പ്രസവിച്ച സ്ത്രീയാണ് മുംതാസ് മഹൽ. 1612 മുതൽ 1632 വരെയാണ് ഇവരുടെ ദാമ്പത്യം. 13ാമത്തെ വയസ്സിലാണ് കല്യാണം. ആ 19 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് 14ാമത്തെ പ്രസവത്തിലാണ് മരിക്കുന്നത്. വേറെ ഒരു സൂചനയും നമ്മൾ അതിന് കൊടുക്കണ്ട. പക്ഷെ ആ ഒരു അറിവ് വരുമ്പോഴുണ്ടല്ലേ, നമുക്ക് ഇന്ന് വരെയുള്ള അറിവിൻ്റെ എത്രയോ മുകളിലാണ് ഈ പുതിയ അറിവിരിക്കുന്നത്. പിന്നെ നമ്മൾ താജ്മഹലിനെ നോക്കുമ്പോൾ കാണുന്ന ചിത്രങ്ങൾ ഈ വലിയ കുട്ടികൾക്ക് മാത്രമല്ല. അപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ രാജാറാം മോഹൻ റായിയെ പഠിപ്പിക്കും അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. സതി നിർത്തലാക്കി അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ സതി നിർത്തലാക്കാൻ ഉള്ള വിപ്ലവം നടത്തിയതിൻ്റെ പേരിൽ രാജാറാം മോഹൻ റായിക്ക് പിന്നെ എന്ത് പറ്റി? അത് നമ്മൾ പഠന അനുബന്ധമാണ്, പഠനത്തിൻ്റെ പൂരണമാണ്. അതുകൂടെ ആകുമ്പോഴേ അത് പൂർണ്ണമാകും. പറ്റിയത് വേറൊന്നുമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നും കുലത്തിൽ നിന്നും അദ്ദേഹം ബഹിഷ്കൃതനായി, പുറത്താക്കി, സമുദായത്തിൽ നിന്ന് പുറത്താക്കി. പറഞ്ഞെന്താ? ആചാര ലംഘനം നടത്തിയവർ. ഹിന്ദു ആചാരം, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ചിതയിൽ ചാടണമെന്ന നിലവിലുള്ള ഒരു ആചാരത്തെ തകർത്തവൻ അല്ലേ. നോക്കിയേ, ഒരു എന്താ പറയുന്നത്, എത്രമാത്രം പ്രതിലോമകരമായ ഒരു കാര്യമാണ് നടന്നതെന്ന് രാജാറാം മോഹൻ റായ് പഠിച്ച നമുക്ക് എന്നും കിട്ടിയില്ല. കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി അതും. പക്ഷെ അതും ഇതിൻ്റെ ചേർന്ന അനുബന്ധ വായനയിലൂടെ കിട്ടുന്ന അറിവാണ്. അത് ചിലപ്പം പാഠപുസ്തകത്തിൽ വയ്ക്കാൻ പറ്റത്തില്ല, പല കാരണം. പാഠപുസ്തകത്തിനകത്ത് പലപ്പോഴും കയറി വരുന്നത് എല്ലാവർക്കും യോജിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അത്
പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴും കൂടുതൽ വായനയ്ക്കായിട്ടുള്ള പഴുത് ഇട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യത, അതായത് വിളമ്പി അത് മാത്രം അങ്ങ് ഉത്സാഹിപ്പിക്കരുത്. അത് വിളമ്പി അതിൽ അങ്ങ് ശോഭിക്കാൻ നിന്നാൽ ഇതങ്ങ് ആൻറ്റി ക്ലൈമാക്സ് ആകും. അതല്ല ഉദ്ദേശിച്ചത് ഞാൻ. തീർച്ചയായും അനുബന്ധ വായന നമുക്ക് കൂടിയേ തീരും. ഇത് എന്തിനായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? വലിയ വായനക്കാരൻ. അദ്ദേഹത്തെ വലിയ വായനക്കാരനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണെന്നറിയാം. അവിടെ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വിലയുള്ളതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളിനും ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ വില കൂടുതൽ. അദ്ദേഹം റഷ്യയിലെ അംബാസഡർ ആയിരുന്നു, നമുക്കറിയാം, കുറച്ചൊരു കാലം. അന്ന് റഷ്യ ഭരിക്കുന്നത് വളരെ കർക്കശക്കാരനായ പേടി സ്വപ്നമായ സ്റ്റാലിനാണ്. സ്റ്റാലിൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചെന്താ? വായിക്കുന്ന അംബാസഡർ. വായിക്കുന്ന അംബാസഡർ. ഒരു അംബാസഡറായ വായിക്കാൻ നേരം കിട്ടിയാൽ ഞാൻ ഉണ്ടാകുന്നത് പോലെ നമുക്കൊക്കെ അറിയാം. നമുക്ക് തന്നെ പലരും പറയും വായനയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല സാറേ, ഇപ്പോൾ ഒരു നേരം കിട്ടുന്നില്ല. നേരം എങ്ങനെ ഉണ്ടാകുന്നതാണ്? നേരം നമ്മൾ പണ്ടും ഇപ്പോഴും ഒബാമയ്ക്കും മോദിക്കും പിന്നെ പിണറായിക്കും ഒക്കെ 24 മണിക്കൂർ തന്നെ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ശശി തരൂരും 24 മണിക്കൂറേ ഉള്ളൂ, സ്പെഷ്യലൊന്നും. പക്ഷെ അത് ഉള്ളതിൽ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, പ്രയോറിറ്റിയാണ് പ്രശ്നം. ആ പ്രയോറിറ്റിയിൽ നമ്മൾ വായനയ്ക്ക് ശകലസ്ഥലം മാറ്റി വെക്കുക. അംബാസഡർ, വായിക്കുന്ന അംബാസഡർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്റ്റാലിനാണ്. കാര്യം എപ്പോഴും അദ്ദേഹത്തിന്റെ മുറിയിൽ എപ്പോഴും കിടക്കുന്ന കട്ടിലിൽ വരെ തുറന്ന പുസ്തകവും ഫ്ലാപ്പ് വെച്ച പുസ്തകങ്ങളുമായിട്ട് നിരന്ന് കിടക്കുന്നതാണ്. നികത്തി പുസ്തകം ഇടുന്ന അത്ര നല്ല സ്വഭാവം അല്ലെങ്കിലും വായിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് മഹത്തായ ഒരു ചീത്ത സ്വഭാവം അല്ലേ? അല്ലേ, പണ്ട് നമ്പ്യാർ പറഞ്ഞില്ലേ, അടിയന് ഈ കയ്പ് ഇഷ്ടമാണ്. കയ്പ് അത്ര നല്ലതല്ലെങ്കിലും ഈ കയ്പ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പുസ്തകം നിരത്തിയിടുന്ന ശീലമില്ലെങ്കിലും അതും വായിച്ച് ഇതും വായിച്ച് അവിടെ ഒരു അടയാളം വെച്ച് ഇവിടെ ഒരു അടയാളം വെച്ച് ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ആൾക്ക്, ഈ അംബാസഡർ. അതിനാണ് ആ കമ്മിറ്റ്. എന്നിട്ട് അവസാനം തിരിച്ച് യാത്ര ചോദിക്കാൻ നേരം നടന്നൊരു അത്ഭുതം കൂടിയുണ്ട്. സ്റ്റാലിൻ ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എന്നെ മനുഷ്യനായി കണ്ട അപൂർവം ചിലരിൽ ഒരാളാണ് മഹാനായ അംബാസഡർ. ബാക്കിയുള്ളവരെല്ലാം സ്റ്റാലിനെ ഏതോ ക്രൂരജീവിയായിട്ടാണ് കണ്ടതെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു? വായനയുടെ മഹത്വം കൊണ്ടുവരുന്ന ലാളിത്യവും വിനയവും സ്നേഹവും, അത് വല്ലാത്തൊരു അനുഭവം, ഒരു സുഗന്ധം ഉണ്ടാകും മനുഷ്യന്. നല്ല വായനക്കാരെ ഒരു സുഗന്ധം ഉണ്ടാകും. ആ സുഗന്ധം കൊണ്ട് ഏത് കർക്കശക്കാരനെയും കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് തെളിയിച്ചയാളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് ശിഷ്യന്മാരെല്ലാം കൂടെ എന്ന് പറഞ്ഞു, താങ്കളുടെ ജന്മദിനമായ സെപ്റ്റംബർ 5 അധ്യാപക ദിനമാക്കണം, ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അത് അധ്യാപക ദിനമായിട്ട് ആചരിക്കുക എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം കൂടെ പരിഗണിച്ചാണ് 1962 മുതൽ നമ്മൾ ഇത് അധ്യാപക ദിനമാണ്. അപ്പോൾ ആ അധ്യാപക ദിനത്തെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നെങ്കിൽ അത് ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ബാധ്യസ്ഥനാണ്. ആ പറയുന്നതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ടത് തീർച്ചയായും അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു. അതുകൊണ്ട് അധ്യാപകരുടെ കുലത്തിന് വേണ്ട ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഗുണം തീർച്ചയായും വായന, അനുബന്ധ വായനയാണ്. നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തോടൊപ്പം തന്നെ അതിനനുബന്ധമായിട്ട്. പിന്നെ ഒരു കാര്യം കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് അത് ബോധ്യമായാൽ അത് ഇരട്ടി ബഹുമാനത്തോടുകൂടി അവർ സ്വീകരിക്കും. ഇപ്പം കണക്ക് പഠിപ്പിക്കുന്ന ഒരു സാറ് സാഹിത്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഈ ടീച്ചറിൻ്റെ കണക്ക് മാത്രമല്ല സാഹിത്യമൊക്കെ അറിയാം. എന്നെ അമ്പരപ്പിച്ചൊരു സന്ദർഭം ഞാൻ പറയാം. ഞാൻ 1996 വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഹാബിറ്റാറ്റുകാർ മുല്ലൊരു പുതുതായിട്ടൊരു ഓഫീസ് വന്നു. അവിടെ ഇരിക്കുന്ന മുല്ലു കോളേജിൽ പഠിച്ച ഒരു പയ്യനാണ് അതിൻ്റെ ചുമതലക്കാരൻ. അവനോട് വൈകിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത ഓഫീസിൽ കയറിയപ്പോൾ എന്തുവാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ സംഭവം, ഈ കമ്പനിയെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാകും. അപ്പോൾ എന്നെ ഒരു ഇരയെ കിട്ടിയെന്ന് നിവർത്തി കൊണ്ട് അവർക്ക് ഒരു പണിയില്ല, ഇങ്ങനെ ഇര പിടിക്കാൻ ഇരിക്കുക. നല്ലപ്പം തുടങ്ങിയ ഓഫീസ്. പിറ്റേ ദിവസം ഉണ്ട് ഇവൻ്റെ സീനിയർ സുരേഷ് എന്നും പറഞ്ഞ് അവിടുത്തെ ഒരു എഞ്ചിനീയർ എല്ലാം കൂടി കോളേജ് വന്നു. എനിക്കൊരു ആൽബം ഒക്കെ ആയിട്ട്, സാറ് വീട് വയ്ക്കുന്നതുകൊണ്ട് എത്രയൊക്കെ വീടുണ്ട് അങ്ങനെ. എനിക്ക് താല്പര്യമൊന്നുമില്ല, ഈ പുറം തേക്കാത്ത വീടൊന്നും വയ്ക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ വീടിനെ കുറിച്ച് ഞാൻ വേറെ സ്വപ്നങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവന്മാരുടെ ശല്യം കാരണം ഞാൻ അടുത്ത ശനിയാഴ്ച ഒരു തന്നെ ബൈക്കും കൊണ്ടുവന്ന് എന്നെ അങ്ങ് തിരുവനന്തപുരത്ത്
സാറിന് ഞങ്ങൾ കുറേ വീട് കാണിക്കും. ഞാൻ പറഞ്ഞു ഏതാ കുറേ എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ 50,000 രൂപ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു പൈസ എൻ്റെ കയ്യില്ല. അതൊക്കെ ഉണ്ടാവും. നമ്മൾ കൊച്ചു വീട് വേണമെങ്കിൽ കൊച്ചു വീട് വയ്ക്കാം, 1.5 സെൻറ്റ് വേണമെങ്കിൽ 10 ലക്ഷത്തിന് വേണമെങ്കിൽ 20 ഏത് വീടും. സാറിന് ഞാൻ കുറേ വീട് കാണിക്കാൻ പോകുന്നത്. ഈ ശിഷ്യൻ എന്നെയും കൊണ്ട് അങ്ങ് പോയി. അവിടെ തന്നെ അവനെയും കൂടെ കൂട്ടി കൊണ്ടിട്ടത് ശങ്കർ സാറിൻ്റെ മുമ്പിലാണ്. ശങ്കർ സാർ എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്ടർ, ഹാബിറ്റാറ്റ് ശങ്കർ. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പിഷാരടി സാറിൻ്റെ വീട് വയ്ക്കുന്ന സൈറ്റിൽ നിൽക്കുക. വണ്ടി കയറാൻ ഒരു കറുത്ത വലിയ കാറിനകത്ത് കയറാൻ തുടങ്ങി. ചെന്നപ്പോഴേ ഇയാൾ പറഞ്ഞു എൻ്റെ സാറാണ്, വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുകയാണ്, സാറിനെ കാണാൻ വന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് കയറി, നമുക്ക് ഓഫീസിൽ വണ്ടിയിരുന്ന കാര്യം പറയാം. കയറി പൂജപ്പുരയുള്ള ഓഫീസിൽ ചെല്ലുന്നതിനിടയ്ക്ക് ആദ്യം എന്നോട് ചോദ്യം എന്തോന്നറിയാം, സാർ എന്തോ എവിടെയാണ് ജോലി? കോളേജിൽ. എന്ത് മലയാളം? ഹിഗ്ഗിറ്റ വായിച്ചിട്ടുണ്ടോ? വായിച്ചോ സാർ? വായിച്ചിട്ടുണ്ടോന്നല്ല, വായിച്ചോ. ഓ, ഹിഗ്ഗിറ്റ വായിച്ചോ എന്ന്. കാര്യം എന്താണെന്നറിയാം, ലോക ഫുട്ബോൾ നടക്കുമ്പോൾ കൊളംബിയയുടെ ഗോളിയായിരുന്ന ഹിഗ്ഗിറ്റ, അദ്ദേഹം ഈ ആവേശം കൊണ്ട് ഗോൾ പോസ്റ്റിൽ നിന്ന് പന്തും കൊണ്ട് നടുക്ക് പോവുകയും വേറൊരിടത്ത് തട്ടി മാറ്റി ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുകയും കൊളംബിയയ്ക്ക് തോക്കുകയും ചെയ്തു. ഇതിനൊന്നിനും പിന്നെ നാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. ആ ഒരു പ്രശ്നം നടന്നപ്പോൾ NS മാധവൻ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന ആ ബിംബം എടുത്തിട്ട് ഒരു കഥ എഴുതി. അത് മാതൃഭൂമി വന്നു ആ ആഴ്ചയിൽ. അതാ എന്നോട് ചോദിച്ചു, എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ വായിച്ചില്ലെങ്കിൽ എന്തൊരു ചമ്മലാന്നാലും കോളേജിലെ പഠിപ്പിക്കുന്ന മലയാളം വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചേക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ്. എഞ്ചിനീയർ, വീട് വയ്ക്കുന്ന എഞ്ചിനീയർ എന്തിനാ ഹിഗ്ഗിറ്റ വായിക്കുന്നത്? ഞാൻ അതോടുകൂടി ക്ലീൻ പാവും സറണ്ടർ ചെയ്ത് പുള്ളിക്ക്. പിന്നെ എന്നോട് അങ്ങ് വരെയുള്ള വർത്തമാനം കൊണ്ട് ഞാൻ അദ്ദേഹം എന്നെ അങ്ങ് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവിടെ ചെന്നും പറയുന്നത് എന്താണെന്നറിയാം, സാറ് എന്നെക്കൊണ്ട് ചെയ്യിച്ചാൽ മതി, പിള്ളേർ വരുമ്പോൾ കൊണ്ടുപോയി കുറേ വീടൊക്കെ കാണിക്കാം, എന്നിട്ടൊരു 3 മണി വരെ സാറ് വീടെല്ലാം കണ്ടിട്ട് 3 മണിയാകുമ്പോൾ ഓഫീസിൽ പോകാം, വേണമെങ്കിൽ മതി. പുള്ളിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എൻ്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്, ഞാൻ പുറം തേച്ച് തരത്തില്ല, അങ്ങനെ ചിലവ് കുറഞ്ഞ വീടൊക്കെ എടുത്തില്ല, സാറിന് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ പോകും കാര്യം അത്ര ആയപ്പോഴത്തേക്ക് ഈ മനുഷ്യനെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ വല്ലാത്തൊരു സ്വാധീനം. അവിടെ ചെന്നപ്പോൾ അതിനേക്കായാണ്. അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരു വരയൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനൊരു വീട് മതിയോ? ആദ്യം എന്നോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ ആളുടെ പേപ്പർ ഇച്ചിരി ഇത്ര രൂപ കയ്യിൽ, ഞാൻ എൻ്റെ 50,000 രൂപയുടെ കാര്യം. എന്നിട്ട് വീടിനൊക്കെ സങ്കല്പം എന്തോ, അത് ഒരു മുറിയെങ്കിലും പാറ കൊണ്ട് വെട്ടണം, 2 നിലയായിരിക്കണം. സാറൊന്ന് ചിരിച്ചിട്ട് വന്ന് ഈ 50,000 രൂപ ലോൺ ഉപേക്ഷിച്ചു. എന്നിട്ട് എല്ലാം ഇന്ന് പൊട്ടൻ്റെ കൂട്ടിയതെല്ലാം എല്ലാം കേട്ടതിന് ശേഷം ഇനി വരുമ്പോൾ ഭാര്യയും കൂടെ കൊണ്ടുവരണം. എന്തൊരു മര്യാദ, ഞാൻ ചേക്കള സൂക്കേടെന്തുവാ അല്ലേ, ഭാര്യയും കൊണ്ടുവരണം. അപ്പോഴാണ് പറഞ്ഞ് വീട് വെക്കുന്നതിനകത്ത് ഭാര്യയ്ക്കൊരു റോളുണ്ടെന്ന് അപ്പോഴാണ് എൻ്റെ തലയിൽ കത്തിയത്. കാര്യം മാറ്റി നിർത്തിയോ പാർശ്വവൽക്കരിച്ചോ ജീവിക്കുന്ന ഒരു ജീവി അല്ല ഞങ്ങളുടെ. എങ്കിലും വീട്ടിലെ വർത്തമാനമൊക്കെ പറയുമെങ്കിലും വീട് വെക്കുമ്പോൾ കുടുംബത്തിന് കുടുംബിനിയുടെ പ്രധാന റോളുണ്ടെന്നൊരു സൂചന ഇനി വരുമ്പോൾ ഭാര്യയെ കൂടെ കൊണ്ടുവരണം. അസൗകര്യം ഉണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് വേണം. അപ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരാൾക്ക് ഏത് മേഖലയിലാണോ അയാൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയ്ക്ക് അപ്പുറമുള്ള അറിവുകൾക്കാണ് കൂടുതൽ മഞ്ഞൾ കിട്ടുന്നത്. അത് നമ്മൾ സാറന്മാർ അല്പം ശ്രദ്ധിച്ചാൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ പ്രൊഫഷണലി എന്തായിരിക്കണം, അവരുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കണം, ഇച്ചിരി മനഃശാസ്ത്രമൊക്കെ പഠിക്കണം. കിട്ടും, ജനറലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. കരിയറിനെ സംബന്ധിച്ച് ചില അവയർനെസ് ഉണ്ടാവണം. വരുന്ന കുട്ടി ഏത് ടേസ്റ്റ് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അവർക്ക് അതനുസരിച്ച് ചില, ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസാനം 2-3 വർഷം ആയിരുന്നപ്പോൾ ഹരികിഷോറിൻ്റെ നിങ്ങൾക്കും IAS നേടാനും എന്നൊരു പുസ്തകം എഴുതി. ഹരികിഷോർ എന്ന് പറയുന്ന മിടുക്കനായ ഒരു കളക്ടർ, പത്തനംതിട്ട കളക്ടറൊക്കെ ആയിരുന്ന ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴേ ഞാനത് നോക്കിയിട്ട് ഇതിൻ്റെ ചില ടിപ്സ് ക്ലാസ്സിൽ കൊടുക്കുമായിരുന്നു. ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെയുള്ള കാര്യം പറയുമായിരുന്നു. PSC പരീക്ഷ എഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഒരുപാട് കുട്ടികൾ അതിൻ്റെ ആവശ്യപ്പെട്ട് ഒരു എത്രയോ കോപ്പി ഞാൻ കൊല്ലത്തുന്ന ലൈബ്രറി കൗൺസിലിൻ്റെ ബേസിൽ നല്ല 35% വരെ കുറച്ച് വരുത്തി കൊടുത്തിട്ടുണ്ട്. 50 കൂടുതൽ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇതാരൊക്കെ എവിടെയൊക്കെ ചെന്നു എന്നല്ല, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചില കൊതികൾ വളർത്തുന്ന ജോലി കൊണ്ടാണ്. നമുക്ക് A+ മാത്രം അല്ല, അവരെ കൂടെ വിലപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് ഇത്തരം ചില വായനകൾ കൂടിയേ തീരൂ. തീർച്ചയായും ആ ഒരു മേഖലയിലേക്ക് പോകാൻ കഴിയുന്നവർ ജീവിക്കുക തന്നെ. ഓരോരുത്തർക്ക് ഓരോന്ന് അനുഭവം.
ഞാനിവിടെ നിന്ന് വർത്തമാനം പറയുന്നതും ഈ പറഞ്ഞ ദിവാര സാറിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതേപോലെ തന്നെ എനിക്ക് പിതൃസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ആചാര്യനുണ്ട്. ആചാര്യൻ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കും, സാറിനും വിളിക്കുന്നില്ല. എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച PX തോമസ് സാറില്ല, ഉയരംകുളം സാറുണ്ട്. സാറിനറിയാം, തീരെ ഉയരക്കുറവാണ്. പഠിപ്പിക്കുന്നത് തട്ടേ നോക്കിയ കണ്ണ് മേപ്പോട്ടെ പഠിപ്പിക്കും. BA കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടി. വലിയ മാർക്കൊന്നുമില്ല, നമ്മുടെ സാഹചര്യമൊക്കെ അതായിരുന്നു, അന്ന് മലയെന്ന് വരും. എന്നാലും മോശമില്ലാത്തൊരു മാർക്ക് അതൊക്കെ മേടിച്ച് അന്നത്തെ ഒരു ചടങ്ങനുസരിച്ച് ഇപ്പോൾ ആളുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പൊതുവെ വിദ്യാലയങ്ങളിലും കുറവാണ്, എന്നാലും ഇവിടെ ഉണ്ടാവും ഒരു പക്ഷേ. മാർക്ക് ലിസ്റ്റ് കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് സാറിനെ കാണിക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് സാറിനെ കാണിച്ച് ഒരു വെള്ളിയാഴ്ചയാണ്. ഇനി എന്തോ അവിടെ പരിപാടി? ഞാൻ പറഞ്ഞു എന്തോ പരിപാടി സാറേ, ഇതുവരെ വന്നത് തന്നെ ഒരു പരിപാടിയില്ല. പമ്പയാറ്റിൻ്റെ കല്ലുപോലെ ഉരുണ്ട് ഇങ്ങനെ മിനുസായി ഇവിടെ വന്നു എന്നല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തോ പഠിക്കണം, നീ എന്തോ പഠിക്കുന്നു എന്ന് അന്വേഷിക്കാനല്ല, എന്തോ പഠിക്കണമെന്ന് പറയാനല്ല. നാട്ടിലും അങ്ങനെ പറഞ്ഞാൽ ആരുമില്ല, ആരോടും നമ്മൾ ചോദിച്ചിട്ടും ഇല്ല. പോയി കാര്യം ഞാൻ പ്രീ ഡിഗ്രി ഹിന്ദി പഠിച്ചിട്ട് BA മലയാളം പഠിച്ച കക്ഷിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോകേണ്ട ഒരു സ്വഭാവം കാര്യം ഗോപാൽ സാർ പറഞ്ഞ് എക്കണോമിക്സ് തുടങ്ങുന്ന PGT പോയി. എല്ലാം തനത് സ്വാശ്രയമായ ആൾ, കാര്യം വീട്ടിലുമാരും ഇല്ലെന്നും പറഞ്ഞാൽ പോയി. അവിടെ ചെന്നപ്പം എക്കണോമിക്സ് പഠിച്ചേ തീരൂ, എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ എക്കണോമിക്സ് പഠിച്ചേ തീരൂ എന്ന് പറയാൻ കാര്യം പ്രീ ഡിഗ്രിക്ക് ഓർഷ്യാമ ടീച്ചർ എക്കണോമിക്സ് പഠിപ്പിച്ച് 4 essay പഠിച്ച് ഞാൻ പഠിച്ചുകൊണ്ട് പോയി. ടീച്ചർ ഒരുപാട് പഠിപ്പിച്ച് ഞാൻ 4 തന്നെ പഠിച്ചു. 4 പരീക്ഷയ്ക്ക് ചോദിച്ചു, അത് നല്ല മാർക്ക്. എക്കണോമിക്സ് അതുകൊണ്ട് ഞാൻ എക്കണോമിക്സിൽ വിദഗ്ധനാണ്, ഞാൻ അമർത്യാസനാണെന്ന് പറഞ്ഞാൽ പോകുന്നത്. അങ്ങനെ ചെന്ന് ഗോപാലസാറിൻ്റെ അടുത്ത് നേരെ എക്കണോമിക്സ്, പൊന്നൂരില്ല, അഞ്ചലില്ല, എക്കണോമിക്സ് ആണ് നിലമേലുണ്ട്, അവിടം വരെ പോകാനുള്ള പാങ്ങില്ല. അതുകൊണ്ട് PGT പോകാൻ അമ്മയുടെ ടീച്ചറാണ്. അമ്മയുടെ ചുറ്റും PGT ബസ്റ്റാ ഗോപാലസാറിൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ ഗോപാലസാറിൻ്റെ ഇടയിൽ ഇല്ലടെ ഇയാണ്ട് തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അത് കുറെ പിടിച്ച് അങ്ങ് മലയിൽ പോയി മറ്റേ വീട്ടുകാരെയൊക്കെ നോക്കി നടന്നു. കോളേജിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ PGT ചെന്ന്, സാറേ എക്കണോമിക്സ് സ്ഥലമില്ലടെ ഇയാണ്ട് തുടങ്ങുന്നില്ല. അപ്പോഴത്തേന് സങ്കടമാണ്. പിന്നെ അങ്ങ് കോളേജിൽ ചെന്നപ്പോഴത്തേന് അവിടെ എല്ലാം നിറഞ്ഞുപോയി. അതൊക്കെ പിന്നെ ഒരുപാട് കഥയാണ്, അതൊക്കെ പ്രാരാബ്ധത്തിൻ്റെ കഥ. എന്തായാലും പിന്നെ മലയാളം പഠിച്ച ആളാണ്. അങ്ങനെ ഈ മലയാളം കൊണ്ട് ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നപ്പോൾ ഒരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണ് തിങ്കളാഴ്ച ഇങ്ങോട്ട് പോയത്. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം താമസിക്കുന്നു. ആ ആഴ്ചയിൽ അദ്ദേഹം പോയപ്പോൾ പിന്നെ ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർക്ക്മെൻസ് കോളേജിൽ നിന്ന് ഒരു MA ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ട് എനിക്കൊരു സാറ് ചെയ്യുന്ന പണി മേടിച്ചുകൊണ്ട് തിങ്കളാഴ്ച ഞാൻ ചെന്ന് ഞങ്ങൾ 2 പേരും കൂടെ പൂരിപ്പിച്ചു. അങ്ങനെ എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൂടെ പോയി പ്രസംഗിച്ചത് ഞങ്ങൾ 2 പേരുണ്ട്. ആദ്യം അച്ചമ്പട്ടത്തിൻ്റെ സിൽവർ ജൂബിലിയെ കുറിച്ചാണ് ഞാൻ ആദ്യം ലോകത്തിലാദ്യം പ്രസംഗിക്കുന്നത്. 3rd DC എന്തൊരു കൊണ്ടുവന്ന ഒരു പിടി അബദ്ധത്തിൽ വീണ് പ്രസംഗിച്ചാൽ ഞാൻ ചായ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കൂടുള്ളവൻ കളിപ്പിച്ചതാണ്. ഡാനിയൽ അച്ഛന് അച്ചമ്പട്ടം കിട്ടി 25 കൊല്ലം കഴിയും. നമ്മൾ മലയാളം അദ്ദേഹം മലയാളം ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ആദരിക്കണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. 3 DC-യിൽ നിന്നും 1st, 2nd, 3rd DC-ന്ന് ഓരോരുത്തർ പ്രസംഗിക്കണം. അപ്പോൾ ഇത് തേഴ്സിയപ്പെട്ട ടീച്ചറാണ്. അതൊക്കെ പേപ്പർ ഇങ്ങനെ എഴുതി എന്ത് വേണം ആര് വേണം എന്നൊക്കെ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ഷിഹാബുദ്ദീൻ സംസാരിക്കും 3rd DC. ഞാൻ പേരൊക്കെ എഴുതി. അപ്പോൾ അവിടെ നിൽക്കാനേ വയ്യെന്ന് വിചാരിച്ച് ഞാനും ഭീമനും കൂടെ ചായ മേടിക്കാൻ ക്യാൻറ്റീനിൽ പോയി. ചായയും വടയും മേടിച്ചോണ്ട് വന്നപ്പോൾ എന്തോ അവിടുത്തെ ആദ്യത്തെ പ്രസംഗം വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. തിരുന്നേലോട്ട് ദൂരെ ചെന്നപ്പോഴേ തോമസ് സാർ പറഞ്ഞ് കൈ കാണിച്ചു. ഞാൻ വിചാരിച്ച ചായക്കുള്ള ആർത്തില്ല. പേര് അടുത്തെന്നും പറയാം, പേര് എഴുതി വെച്ചാൽ അവിടെ ഇവിടെ പോകും. ഈ കൊടുങ്ങല്ലൂരിൽ അവനാ ചെയ്ത് അവൻ കോഴിക്കോട്ടെങ്ങാണ്ടൊരു സാധാരണ എനിക്കറിയാം അച്ചമ്പട്ടം 25 കൊല്ലമുള്ള ജൂബിലി എന്തുവാന്നറിയാം. സിൽവർ ആണോ ഗോൾഡൻ ആണോ? പ്രിൻസിപ്പലുണ്ട്, രാജനച്ഛനുണ്ട്, 3 DC-യുടെ പിള്ളേരുണ്ട്, സാറന്മാരുണ്ട്. എനിക്ക് നന്നായിട്ട് വിറയലോ. ഞാനിങ്ങനെ മേശയോട് ചേർന്നു. സാർ അടുത്താണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, സാറ് ബാക്കി പറഞ്ഞു. എന്നിട്ട് അവസാനം സാറ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ 2 പേരൂടെ അന്നേ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പ്രസംഗങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തുടങ്ങിയ സാർ അവിടെ പോയി ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ പൂരിപ്പിച്ച് സാറ് തന്നെ അത് കൊണ്ടുപോയി. ആഴ്ച പോയപ്പോൾ കൊണ്ടുപോയി കൊടുത്ത് അവിടെ അതെവിടെയോ സൂപ്പറിൻ്റെ മേശയ്ക്കകത്തിരുന്ന് അതങ്ങനെ അവിടെ നിന്ന് അറിയാതെ പോയി. ഒത്തിരി ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് ഒന്നും കാർഡൊന്നും വന്നില്ല. ഞാൻ പിന്നെയും കോളേജിൽ നിന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ പോയപ്പോൾ ഞാൻ സാറും കൂടെ പോയി അവിടെ ചെന്ന് ബുക്ക് എടുത്ത് എനിക്കൊരു അഡ്മിഷൻ മേടിച്ച് തന്ന് ഒരു കുറഞ്ഞ ലോഡ്ജ് എടുത്ത് 35 രൂപ ലോഡ്ജ് എടുത്ത് തന്ന് അവിടെ താമസിപ്പിച്ച് എല്ലാ ശനിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി
നന്നായിട്ട് ശനി ഞായറും അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് നല്ലതായിട്ട് ചാപ്പാട് കഴിക്കും. ബാക്കിയുള്ള ദിവസം 5 ദിവസം ഈ വീട്ടിൽ കിടന്ന് കട്ടൻ കാപ്പിയും കുഞ്ഞിനും മുഴുങ്ങിയതും തന്നെ ഉണ്ടാക്കിയ ഇവിടുത്തെ സാമ്പത്തിക ബാഹുല്യം കൊണ്ട് അങ്ങനെയൊക്കെ ഇതിനെല്ലാം കൂട്ടുന്ന ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അത് കാര്യം എൻ്റെ അച്ഛൻ 1979 ഞാൻ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയപ്പോഴേ അങ്ങ് ചത്തു. നേരത്തെ ഫലത്തിൽ മരണപ്പെട്ടു. 5-6 കൊല്ലം വരുന്ന ആസന്ന മരണനായി കിടന്ന് മരിച്ചു പോയാൽ. അപ്പോൾ ഒരു കോൺട്രിബ്യൂഷനും അച്ഛനിൽ നിന്ന് കിട്ടിയില്ല. ആ റോഡെല്ലാം വഹിച്ചത് തോമസ് സാറാണ്. 2011 റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി പെണ്ണുപിള്ളയും കൊച്ചുങ്ങളെയൊക്കെ കയറ്റി ചങ്ങനാശ്ശേരി പോയി ഒരു മുണ്ടുമൊക്കെ മേടിച്ച് ഈ സാറിന് കൊണ്ട് കൊടുത്ത് കാൽബന്ധന പിള്ളേരുടെയൊക്കെ മുമ്പ് വെച്ചാൽ ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ വളരെ എൻ്റെ പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞ ഗുരുനാഥൻ. നമുക്ക് ഒരു സാറിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ കേരളം കാര്യങ്ങൾ മലയെ കിടന്ന് മാടക്കടയോ വല്ല കുന്തമൊക്കെ കൃഷിയൊക്കെ ചെയ്ത് കാട്ടിനെ വളർത്തിയെങ്കിൽ നമുക്ക് തീരുമാനിച്ചു. ഇപ്പം ഉണ്ടായിരുന്നൊന്നും തന്നെ അറിയത്തില്ല. എന്തായാലും ഇതിനെ ഇങ്ങനെ പൊക്കെ എടുത്തോണ്ട് വന്നത് തോമസ്. അദ്ദേഹം ഒരു മലങ്കര ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഞാൻ ഇല്ലത്തെ നായനാണ്, മനസ്സിലായില്ലേ? കുറഞ്ഞ കക്ഷിയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു സാറിന് ഒരിക്കലും തൻ്റെ മുമ്പിലിരിക്കുന്ന മക്കൾ ഏത് ജാതിക്കാരാണെന്നൊരു ചിന്ത കടുകിട പോലും വന്നുകൂടാ. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇന്ന് തിരിച്ചു ചിന്തിച്ച് നോക്കി, ആ സാറിന് അങ്ങനെ ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോലെ ഒരുവനെ പൊക്കിയെടുക്കണം. ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം താമസിക്കുന്നിടത്തുനിന്ന് പിന്നെ ഒരു ശനിയാഴ്ച കോളേജിൽ പോയി ആപ്ലിക്കേഷൻ പഠിച്ച് ഈ മെനക്കെടെല്ലാം വേണം. നമ്മുടെ സമുദായത്തിന് നന്നായിക്കൂടെ? അങ്ങനെയല്ലേ എല്ലാവരും പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം അങ്ങനെയല്ലേ? അപ്പം നമ്മളിൽ അങ്ങനെ ചെറിയൊരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളറിയാം നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും വരും. അത് നമ്മുടെ സുഗന്ധം കുറയ്ക്കും. ഞാൻ ദീർഘമായി സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. കുറച്ച് എൻ്റെ അനുഭവം, എൻ്റെ സാഹചര്യം പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു വസ്തുതയ്ക്ക് വേണ്ടി മാത്രമാണ്. മഹാഗുരുക്കന്മാരുടെ ഒരു ശൃംഖലയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ. ഈ അബ്ദുൽ കലാമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞാൻ പലപ്പോഴും പറഞ്ഞ ആവർത്തനം ഇതിൽ തന്നെ ചിലത് ആവർത്തിച്ചോ എനിക്കറിയില്ല. കാര്യം ഇതൊന്നും കള്ളമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഹിന്ദി പറയുമ്പോഴും ഇത് തന്നെ പറയും. അബ്ദുൽ കലാമിനെയൊക്കെ ആ പരുവത്തിലെത്തിച്ചത് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു സാറാണ്. വിമാനത്തെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചു. അവസാനം ചോദിച്ചു മനസ്സിലായ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലായില്ല. വിമാനത്തിൻ്റെ സാങ്കേതികത 4ാം ക്ലാസ്സാണ് വരുന്നതാണ് എല്ലാവരും കൂടെ എന്നും പറഞ്ഞ് വിളിച്ച് കടപ്പുറത്ത് കൊണ്ടുപോയി. സന്ധ്യാനേരമായപ്പം കടപ്പുറത്ത് ഇങ്ങനെ പ്ലെയിൻ പോകുന്ന പോലെ പക്ഷികൾ പോകും. പക്ഷികൾ ഇങ്ങനെ കടൽ പക്ഷികൾ ചേക്കേറി പോകുന്നു. അതിനെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഈ പറന്നു പോകുന്ന കണ്ടില്ലേ, ഇത് പ്ലെയിൻ്റെ തിയറിയാണ്. നമ്മൾ പഠിച്ച തിയറി തന്നെ ഈ പക്ഷികളും പറക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ നിന്ന് പഠിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരു വിശലാടി ചോദിച്ചു, നമുക്ക് പറക്കാൻ പറ്റുമോ സാറേ? നമ്മളെന്തായിരിക്കും പറയുന്നത്? കൂട്ടച്ചിരിയും മണ്ടക്കാരെ എന്തോടെ പൊട്ടാൻ പറയുന്നതായിരിക്കും ചിലപ്പോൾ. ഈ സുബ്രഹ്മണ്യ സാറ് പറഞ്ഞു പറ്റും. അതെങ്ങനെ സാറേ? അത് വിമാനത്തിൽ കയറി പറക്കണം. അതിനെന്തോ സാറേ വേണ്ടുന്നു? അതിന് നീ ഇവിടെ ഈ UP സ്കൂൾ കഴിഞ്ഞ് പിന്നെ രാമനാഥപുരത്ത് പോയി പഠിച്ച് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ട്രിച്ചിയിലൊക്കെ പോയി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ നിനക്ക് വിമാനം പറപ്പിക്കാം. നോക്കൂ, അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതി വെച്ചിട്ടുണ്ട്. ഏതോ ആത്മകഥ ടീച്ചറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗുരുനാഥൻ്റെ പ്രേരണയാണ് രാമേശ്വരത്തെ ആദ്യത്തെ പൈലറ്റായി ഞാൻ മാറിയെന്നും പറഞ്ഞ് തുടങ്ങി. ഗുരുക്കന്മാര് അവരെയൊക്കെ നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയാം. അല്ലാതെ വിവരം മാത്രമല്ല, ഇങ്ങനെ നല്ല ടിപ്സ് കൊടുത്ത് ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ പ്രകാശ ഗോപുരത്തിലേക്ക് വിടാൻ ശേഷിയുള്ളവര് ഒരു ഗുരുധർമ്മം തന്നെയാണ് ചെയ്യുന്നത്. ആ സാറിൻ്റെ ആ പ്രേരണയാണ്. ധാരാളം സന്ദർഭങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഗുരുക്കന്മാര്, അധ്യാപകര്, ആചാര്യന്മാരെന്ന് പറയുന്നത് ഈ സാറിൻ്റെ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു അമ്മ ഗുരുനാഥയാണ്. ഈ പ്രകാശത്തിലേക്ക് വിടാൻ കഴിയുന്നത് ആരും ഗുരുനാഥയാണ്. എല്ലാവർക്കും അങ്ങനെ ചില അവസ്ഥകൾ ഉണ്ടാവും. ആ വർഗം എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടേത്. എങ്കിലും ഈ മേഖലയിൽ ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ നമുക്ക് ധാരാളം ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടോന്ന് എനിക്കിപ്പോൾ ഈ സാറന്മാർ അധ്യാപക ലോകം പരാജയപ്പെട്ടോ എന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ശിഥിലമാവും. സന്തോഷിക്കാൻ എന്നും അവസരമില്ല.
നമ്മൾ ഏറ്റവും പരാജയമാണ്. കാര്യം എന്തുണ്ടെങ്കിലും ശരി മലയാളിയെ സന്തോഷിക്കുന്നവരല്ല, അത് കഷ്ടമാണ്. എന്താ കാര്യം? മോഹങ്ങളാണ്. കിട്ടിയ പോരാ എന്ന് വരുമ്പോൾ കിട്ടിയതുകൊണ്ടൊരു കാര്യമില്ല. 100ൽ 95 മാർക്ക് മേടിച്ച കുട്ടിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, 5 മാർക്ക് പോയല്ലോ എന്നാണ്. അമ്മയ്ക്ക് ഒട്ടും ചിരിക്കാൻ പറ്റുന്നില്ല, അമ്മ അപ്പോഴേ കട്ടിച്ച് പറിക്കാം 5 മാർക്ക് എവിടെ പോയിടാന്ന് വരും. 95 കിട്ടിയതിനെ കുറിച്ച് നോക്കി. ഇത് ന്യൂട്ടൺ അങ്ങനെ ആയിരുന്നെങ്കിൽ ന്യൂട്ടൺ ഉണ്ടാവില്ലേ? ന്യൂട്ടൻ്റെ അമ്മ അല്ലേ? ന്യൂട്ടനല്ലല്ലോ, തോമസ് ആൽവ എഡിസന്റെ അമ്മ ഈ കൂട്ടത്തിലായിരുന്നെങ്കിൽ എഡിസൺ ഉണ്ടാകത്തില്ലായിരുന്നു. 3 പ്രാവശ്യം പള്ളിക്കൂടത്തിന് TC കൊടുത്തു വിട്ടല്ലേ പഠിക്കാൻ പോണേന്നും പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞേ? സാറ് പറഞ്ഞത് ശരിയാണ്. അവിടെ ഉണ്ടൊരു കാര്യം. വീട്ടിൽ ചെന്നപ്പോൾ സാറ് TC കൊടുത്തു വിട്ടാൽ ഇപ്പോഴത്തെ അമ്മയാണെന്ന് എന്തോ പറയും? മുണ്ടുമടക്കി കുത്തിഞ്ഞ് ഇറങ്ങണം, ഉടനെ മൊബൈൽ എടുക്കും, പഞ്ചായത്ത് മെമ്പറെ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ MLA വിളിക്കും, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വിളിച്ചേക്കും ചിലപ്പോൾ സ്വാധീനമനുസരിച്ച്. എന്നിട്ടൊരു വരവുണ്ട് അല്ലേ? ആ അമ്മ എന്താ പറഞ്ഞേ? സാറ് പറഞ്ഞത് ശരിയാണ്, നിനക്കൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും, 2 പ്രാവശ്യം പറഞ്ഞാലും എല്ലാം മനസ്സിലാവില്ല, പക്ഷെ 3 പ്രാവശ്യം പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എന്നെ പഠിപ്പിക്കാം. ആ അമ്മ അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ലോകത്തിന് തോമസ് ആൽവ എഡിസനെ കിട്ടിയത്. ഈ നുറുങ്ങുകൾ ഇങ്ങനെ ധാരാളമുണ്ട്. നമ്മളിതെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, അറിയുന്നതായിരിക്കും ഞാൻ പറഞ്ഞത്. അറിയാത്തത് ഒരുപാട് ലോകത്തുണ്ട്. സാധ്യതകൾ ഉപയോഗിച്ച് അതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് വളരെ ഹാപ്പിയായിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു. സന്തോഷിക്കുന്ന ജനങ്ങളുടെ ലോകത്തിൻ്റെ ലിസ്റ്റിൽ നമ്മൾ എത്രാമതാണ്? 169 രാജ്യങ്ങളെ സന്തോഷിക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രേഡ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 140. കണക്കത്തില്ല. നമുക്ക് മുമ്പിലാണ് അഫ്ഗാനിസ്ഥാൻ വരെ, ശ്രീലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാള്, ചൈന, ഇതെല്ലാം അതിന് മുന്നിലാണ്. 169 രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ 140. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളോടെ പട്ടിണി രാജ്യങ്ങളെ പിന്നെ അവിടെ ഉള്ളൂ. സിറിയയൊക്കെ ചിലപ്പം താഴെയായിരിക്കും. അങ്ങനെ ഏതാനുമേ ഉള്ളൂ. എന്താ കാര്യം? ഉള്ളതിനകത്ത് തൃപ്തിപ്പെടുത്താൻ നമുക്ക് നമ്മുടെ ആളുകളെ പഠിപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ സാറന്മാർക്ക് ഒരുപാട് ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ തൃപ്തിപ്പെട്ട് അവിടെ അടയിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? അവിടെ അടയിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, കണ്ണിന് സൗന്ദര്യമില്ല എന്ന് ഖേദിക്കുന്ന കുഞ്ഞിന് കണ്ണുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ആശ്വാസം ഇല്ലേ? ഇങ്ങനെയാണ്. അച്ഛൻ ഇല്ലാത്ത കുട്ടിയുടെ ജീവിതം കാണുമ്പോഴാണ് അച്ഛന് വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്ന് ഖേദിക്കുന്ന കുട്ടിക്ക് ആശ്വാസം വരും. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് മഹാപുരുഷന്മാരുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കി കുട്ടികളുടെ മുന്നിലേക്ക് കൊടുക്കുക. ഞാൻ ദീർഘസംഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന നിൽക്കാണ്. തീർച്ചയായും ഈ അവസരത്തിന് മുന്നിയുണ്ട്. ഏത് സാഹചര്യത്തിലാണെങ്കിലും കുട്ടികളോട് ഇവിടെ ടീച്ചർ പറഞ്ഞ് ശരിയാണ്. നമുക്ക് വയസ്സാകും. ഞാൻ 66 വയസ്സിന് അബദ്ധത്തിൽ പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല കേട്ടോ. കുട്ടിയാണ്, മരിക്കുമ്പോഴും കുട്ടിയാണ്, കൃഷ്ണൻകുട്ടിയാണ്. തീർച്ചയായും അങ്ങനെ ഒരു കുട്ടിത്തം നിലനിർത്തണം. കുട്ടിത്തം നിലനിർത്തണമെങ്കിൽ നിഷ്കളങ്കത വേണം. എന്താ കുട്ടിത്തത്തിൻ്റെ ലക്ഷണം? ഡൈനമിക്കായിരിക്കണം അല്ലേ? വളരെ ഡൈനമിക്കായിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം. കുട്ടികൾ അങ്ങനെയാണല്ലോ. ഒരു കരഞ്ഞാൽ പോലും ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും പഴയ വഴി പോകും. അങ്ങനെ വളരെ പെട്ടെന്ന് പ്ലസൻ്റ് ആയിരിക്കും. ചെറിയ ടാഗോർ പറയുന്ന പോലെ രണ്ട് കരിയിലെയും അതിനോ കിട്ടിയാൽ നീ ഒന്ന് ഹാപ്പി ആവും, ഞാൻ ഇച്ചിരി ഹാപ്പി ആവുന്ന എന്തോ കിട്ടണം അല്ലേ? നമ്മളെ ഇപ്പോൾ സന്തോഷിപ്പിക്കണമെന്നില്ല. ഇനി പാടില്ല. എന്തോ തന്നാൽ സന്തോഷിച്ചു. ഒരു 10 പവൻ തന്നാലും 10 ഉള്ളൂ, അത് 11 നമ്മൾ തോന്നും അല്ലേ? അങ്ങനെ നമ്മുടെ കണ്ണപ്പുറത്തോട്ട് പോകും. തുണിക്കടയിൽ കയറിയല്ലോ ഓണത്തിന് കയറാൻ പാടായിരുന്നു. ഞങ്ങളുടെ അവിടെ കട തുടങ്ങി എന്തായിരുന്നു വീടിൻ്റെ അതിലേക്ക് ഈ ജനമൊന്നും ഇവിടെ ഒന്നും അത് സാറേ കൊറോണ ക്രിസ്തീയല്ലായിരുന്നു അല്ലേ? ഒരിക്കലും തൃപ്തിയാവില്ല. മേശപ്പുറത്ത് ഇങ്ങനെ വാരി ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സത്യം പറയാം, മേശപ്പുറത്തോട്ട് സാരി വാരി ഇടുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ്. ആ 3-ാമത്തെ മേലെ അറ്റത്തില്ല. ഈ വീണതൊന്നും പ്രശ്നമില്ല. ഇതിലും കൂറെ ആയിരിക്കും വരുന്നത്. എങ്കിലും നമ്മുടെ കണ്ണമ്മൻ അങ്ങനെ മോഹത്തിൻ്റെ വലയത്തിലേക്ക് പോകുന്നൊരു ജനതയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീട്ടിലോടുന്ന റോഡിലേക്ക് ഇരുന്നാൽ വെട്ടിപ്പുഴ നിങ്ങൾ ചെന്നാൽ
ഒരു 5-6 തമിഴിൽ നിന്ന് നാരങ്ങ വിൽക്കുന്നുണ്ട്. വെളുപ്പിന് 5:30-5:45 ആകുമ്പോൾ അവരവിടെ വന്നിരിക്കും. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഇവർ കുളിച്ച് ജീവനായ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അവിടെ വന്നിട്ട് പെരുമഴയത്തും കൊടും വെയിലത്തും ഇരുന്ന് ഈ പണി ചെയ്യുന്ന തുച്ഛമായ ജോലി ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയാണുണ്ടല്ലോ നല്ല തെളിച്ച. ചിലപ്പോൾ അവർ വഴക്കങ്ങൾ കൂടും, ഇനിയും കച്ചവടത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ എങ്കിലും അത് പ്രശ്നമില്ല. 2 ലക്ഷം 3 ലക്ഷം ശമ്പളം കിട്ടുന്നതിൻ്റെ മോന്ത കൂട്ടാൻ പറ്റുകയും അങ്ങനെ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു ജനതയായിട്ട് മാറാതിരിക്കാൻ നിങ്ങൾ സാറൂടെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അത് ക്ലാസ് റൂമിൽ പുറത്തിട്ടിട്ട് അകത്ത് കയറിയാൽ നമ്മൾ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ അവരോടൊപ്പം ഹാപ്പിയായിട്ട് കഴിയും. അത് മാറ്റി വയ്ക്കാൻ കഴിയണം. അത് വേറൊരു നാടകം ഇവിടെ ഉണ്ടാവണം. ആ ഒരു ഇൻട്രഷൻ കുട്ടികൾക്കും കൊടുക്കണം. അങ്ങനെ കുട്ടികളുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുക. അറിവിൻ്റെ ലോകത്ത് നമുക്കിപ്പം വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റും. നമ്മളെക്കാൾ അറിവ് ഒരുപാട് സാധ്യത. സാറന്മാരിനെല്ലാം അറിഞ്ഞ കാലം ചെയ്യും. ഇപ്പം കുട്ടികൾക്ക് അല്ലാതെ ഒരുപാട് സാധ്യതയുണ്ട്. എന്ന് വിചാരിച്ച് അതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. പുതിയ ലോകത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. പുതിയത് ടിപ്സ് എന്തെങ്കിലും കൊടുക്കണം. ഡൈനമിക്കായിരിക്കണം. നമ്മുടെ ഏതവസ്ഥയാണെങ്കിലും അത് മാറ്റി വെച്ച് ക്ലാസ് റൂമിൽ നമ്മൾ മറ്റൊരാളായി നിന്ന് പ്രവർത്തിക്കണം. അങ്ങനെ അതിന് നല്ല മാതൃകകൾ ലോകത്തിൽ ധാരാളമുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ അവസരം കിട്ടുമ്പോൾ രാത്രി 10 മണി വരെയും നിങ്ങൾക്ക് വീട്ടിൽ ജോലിയാണെങ്കിൽ ഓക്കെ, 10 മണി കഴിഞ്ഞ് 1 മണിക്കൂർ അതിന് മാറ്റി വയ്ക്കണം. പുസ്തകമെങ്കിൽ പുസ്തകം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഏതെങ്കിലും ഉപയോഗിച്ച് അതിൽ നമ്മൾ നവീകരിച്ച് പോകുന്ന ഒരാൾക്ക് മാത്രമേ കറിക്കരിയാത്ത ഒരാളില്ലല്ലോ. കറിക്കത്തി നല്ല മൂർച്ചയില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി. മീൻ വെട്ടുന്ന കത്തിക്ക് മൂർച്ചയില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതം കട്ടപ്പോവുകയാണ്. നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷെ നല്ല മൂർച്ചയായിട്ട് അത് വെക്കുക എന്നുള്ളത്, ആ മൂർച്ച നമുക്കുണ്ടാവണം, ബുദ്ധിക്കുണ്ടാവണം, ചിന്തയ്ക്കുണ്ടാവണം. അതേസമയം ഒരു തുളസി ചെടിയുടെ നൈർമല്യവും നമുക്ക് ഉണ്ടാവണം. അതിന് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം മറ്റേത് ഇത്തരം സ്ഥാപനത്തേക്കാൾ അത് സാധ്യമാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അനുഭവം കൊണ്ട് പല കാരണത്താലും ആണ് ഈ ഒരു അവസരത്തിന് വീണ്ടും നന്ദി. ഈ ആദരവ് ഞാൻ വളരെ സ്വീകരിക്കുന്നു. കാര്യം ഇത് ഈ നമ്മുടെ ഈ വർഗത്തിനുള്ളൊരു ആദരവാണ്. എന്നെ ഇതിൽ ഒരു ഭാവമാണ് വിട്ടേക്കണം. ബാക്കി അധ്യാപക കുലത്തിന് എനിക്ക് മുമ്പേ പോയ ഒരുപാട് പേരുണ്ട്. അടുത്തിരിക്കുന്ന 1-ാം സ്ഥാനത്തിന് എൻ്റെ 1-ാം സ്ഥാനത്ത് സ്ലേറ്റ് കൊണ്ടുവച്ചതിന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ സ്ലേറ്റ് അങ്ങോട്ട് നീക്കിയിടുകയും ഇച്ചിരി വേഗത്തിലായി പോവുകയും സ്ലേറ്റ് പൊട്ടിപ്പോവുകയും അവനും അവൻ്റെ കൂട്ടരും എല്ലാം കൂടെ പോയി സാറിൻ്റെ അടുത്ത് പരാതി പറയുകയും സരോജിനി സാർ എന്നെ വിളിക്കുകയും ഒരടി തരികയും ഞാൻ ഞങ്ങളുടെ LP സ്കൂളിൻ്റെ അങ്ങേയറ്റത്ത് മൂലയ്ക്കുള്ള തുണ ചാടി നിന്നൊക്കെ ഭയങ്കരമായിട്ട് കരയുകയും കരഞ്ഞു തീരുന്നതിന് മുമ്പ് സരോജിനി സാർ ഒരു പാലും വെള്ളം കൊണ്ട് തരികയും ചെയ്യുന്നു. സരോജിനി സാർ എന്നില്ല, ഒരു കൈയുടെ ഇവിടം വരെ ഉള്ളൂ. അത്ഭുത വനിതയായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ അന്ന് പറയുന്ന കഥയെന്ന് പറയുന്നത് ഈ ഒരു കൈയുടെ ഇവിടം വരെ മുഴയും അതിനറ്റത്തൊരു കപ്പലണ്ടി ഒട്ടിച്ച് വെച്ച ഒരു ചെറിയ കുഞ്ഞും വിരലുമുള്ള ആ അമ്മ, മക്കളില്ലാത്ത ആ അമ്മ, വിവാഹം കഴിക്കാത്ത ആ അമ്മ ഈ കൈ വെച്ച് അമ്മിക്കല്ലുകൊണ്ട് അരയ്ക്കുമായിരുന്നു എന്നാണ് അമ്മ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിപ്രായം. ആ അമ്മ എന്നെ ഒരിക്കലേ അടിച്ചിട്ടുണ്ട്. അതേ അടിയൊന്നും കൊണ്ടിട്ടില്ല ഞാൻ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. ആ ഒരു അടി കൊണ്ടു. പക്ഷേ ആ അടിയുടെ ചൂട് മാറുന്നതിന് മുമ്പ് പറയുന്നത് ഈ ലോകത്തിൽ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ പാലുമെള്ളം കുടിച്ചു. പക്ഷെ അതിനൊന്നും ഒഴുകിച്ച് ആ പാലുമെള്ളത്തിന് ഏതാണ്ട് 60 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ 58 കൊല്ലം മുമ്പുള്ള പാലുമെള്ളം. ആ അമ്മ പോയി. അങ്ങനെ വലിയൊരു പരമ്പരയിലെ പിന്മുറക്കാരാണ് നമ്മളെല്ലാം. അവർക്കെല്ലാമായിട്ട് ഈ ആദരവ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സമയക്കുറേ പോയ വിവരം സാറും അറിഞ്ഞു കാണത്തില്ല. കോട്ടയത്ത് എത്തേണ്ടതാണ്. അവിടെ ഒരാൾ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. എന്നിട്ട് സാറ് നിങ്ങളെ കണ്ടപ്പോൾ വാച്ചിൽ നോക്കാതെ അങ്ങനെ പോയി. ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ കഴിഞ്ഞാൽ ഞാൻ സാർ ഉൾപ്പെ പിടിച്ചതായിരുന്നു. കാരണം സമയത്ത് സാറ് കോട്ടയത്ത് എത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ ഏറ്റവും ആത്മമിത്രമായ കൃഷ്ണൻകുട്ടി സാറാണ്. സാറ് പറയുന്നതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് എനിക്കറിയാം.
അതിലുപരിയായി നിങ്ങളും വായനയുടെ ഒരു സുഖം ആസ്വദിക്കുന്നവരാണ്. ലോകത്തിൽ എല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല, വായിച്ചാലും ഇരിക്കില്ല. പക്ഷെ വായിക്കുന്നതിൽ നിന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുന്നവരാണ് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്നു. മറ്റൊരു സംഗതി ഞാൻ വല്ലപ്പോഴെങ്കിലും മേക്കിംഗ് കൂടുമ്പോൾ പറയാറുണ്ട്, മലയാള പുസ്തകത്തിലും ഇംഗ്ലീഷ് പുസ്തകത്തിലും ഒക്കെ അച്ചടിക്കുന്ന കാര്യങ്ങൾ, അച്ചടിച്ചു വെച്ച കാര്യങ്ങൾ ഉറക്കം വായിച്ച് ഒന്നുകൂടെ ഉറക്കം വായിച്ച് തിരിച്ചും മറിച്ചും അർത്ഥം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അതിന് MA BEd ഒന്നും വേണമെന്നില്ല. അതിനേക്കാൾ മനോഹരമായി പലർക്കും പഠിപ്പിക്കാൻ പറ്റും. ഇത് നമുക്കൊക്കെ MA വേണം, അല്ലെങ്കിൽ BA വേണം, BEd കൂടെ വേണമെന്ന് വച്ചിരിക്കുന്നത് പുസ്തകത്തിലെ അച്ചടി തെറ്റുണ്ടെങ്കിൽ അതുപോലെ തിരുത്തി കൊടുക്കാൻ കഴിവുള്ള അധ്യാപകരാകണം എന്നുള്ളത് കൊണ്ടാണ്. അത് LKG-യിലാണെങ്കിലും UKG-യിലാണെങ്കിലും അങ്ങനെ തന്നെ. A4 ആൻഡെന്നോ ആപ്പിളെന്നോ പഠിപ്പിക്കാൻ ഈ ഡിഗ്രി ഉള്ളവരും PPTTC ഉള്ളവരൊന്നും വേണ്ട. അതിന് ചുറ്റും വരുന്ന കുട്ടിയുടെ ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അറിവിൻ്റെ ഒരു നല്ല മധുരമുള്ള ഓർമ്മയിലേക്ക് വരുത്താൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. നിങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്. സാറിൻ്റെ സാന്നിധ്യം നമുക്കിങ്ങനെ വലിയൊരു വേദിയൊന്നുമില്ലാതെ ഇവിടെ വട്ടം കൂടിയിരുന്ന് സാറിന് മൈക്കും കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും വന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ സന്ദർഭം ഈ അക്കാദമിക് ഇയറിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സാറ് വരും, അല്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരും. ഇന്ന് നിങ്ങളെല്ലാം ഈ മുഖം മൂടി വെച്ചും ഇല്ലാതെയൊക്കെ ഇരുന്ന് ചിരിച്ചും ചിരിക്കാതെയൊക്കെ പോയതേ ഉള്ളൂ. അങ്ങനെ വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാം. ചോദ്യങ്ങളും കൊണ്ട് ചോദിക്കുമ്പോഴാണ് ഇളകി വരുന്നത്. ചെറുശ്ശേരിക്കകത്ത് മറ്റ് കഷ്ണമെല്ലാം ഉണ്ടോ നോക്കിയപ്പോൾ ഇളക്കി നോക്കണമെന്ന് പറഞ്ഞു ഇളക്കി നോക്കിയെങ്കിലേ ഇപ്പം ഞാൻ ഇരിക്കുന്നതിൽ ചെറിയ സൗകര്യമായിട്ട് ബൈക്ക് തിരിഞ്ഞോട്ടൊക്കെ മാറ്റി വെച്ച് സ്നേഹമായിട്ട് ശബ്ദമൊന്നും കുറവുണ്ടോ, അയ്യോ ഉണങ്ങി വയ്യായിരിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ പറയുന്നതിന് വേറൊരു ഫിലോസഫി ഉണ്ട്. ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലായാൽ മതി. നിങ്ങൾ ഇതിപ്പോൾ സാറ് തമ്മിൽ വെക്കുന്നവരടിക്കാമെങ്കിൽ നമ്മൾ ഞാൻ കിടന്ന് കേൾക്കുന്നു വിചാരിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഹാളിൽ നിങ്ങളോടൊപ്പം സംവദിക്കാൻ സാറിൻ്റെ സേവനം നമുക്ക് കിട്ടും. സാറ് പണ്ടൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ തമാശല്ല കാര്യമായിട്ട് ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞു, സാറേ വണ്ടി ഓടിച്ചു വരികയല്ലേ, അത് പെട്രോളിനൊന്നും ഇത്രയും വിലയില്ല, 60 ലിറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ കൊടുത്തു പറഞ്ഞു, വേണ്ട എൻ്റെ പൈസ കൊടുത്താൽ പെട്രോൾ പമ്പുകാർ പൈസ തരും. എൻ്റെ എന്നല്ല, സാറിൻ്റെ പൈസ കൊടുത്താൽ പെട്രോൾ പമ്പുകാർ പെട്രോൾ തരും. ഇവിടെ വരുന്നതിന് ഒരു പൈസയും വേണ്ടെന്ന്. രണ്ടാമതെനിക്ക് വന്നപ്പോൾ ഞാനൊരു സമ്മാന പൊതിക്കകത്ത് 1000 രൂപ വെച്ച് കൊടുത്തു. രൂപ കിട്ടുന്ന സാർ അറിഞ്ഞില്ല, കൊണ്ടുവന്നപ്പം തുറന്നു നോക്കുമ്പോൾ കണ്ടു കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഓടിച്ചാണ് സാറിനെ ഞാൻ സേവിച്ചു വന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മോഡ് സമ്പന്നനായതുകൊണ്ടല്ല, അദ്ദേഹം സമ്പന്നനാണ്. നിങ്ങളോട് സംസാരിക്കുന്ന 1 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഭാഗമായി സാറ് അത് ഗുണപ്പെടുത്തിയെടുക്കും, നിങ്ങൾക്കും ഗുണപ്പെടും. കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബ്ബുകാർ നടത്തിയ ഒരു സ്വീകരണ സമ്മേളനത്തിൽ 5 അധ്യാപകരെ ആദരിച്ചു. കണ്ണങ്കോട് പ്രദീപ് സാർ സാറിനറിയാം, നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തെ ഞാനും കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, വിദ്യാർത്ഥികളിൽ നിന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥ അധ്യാപകൻ്റെ സായുജ്യം. അവിടെ വിരൽ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ ഗുരുനാഥനെയും ശിഷ്യനെയും വിളിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിനോടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് എല്ലാം അറിയണമെന്നില്ല, എല്ലാ പുരാണമൊന്നും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പാടാണ്. ഗുരുനാഥൻ ചോദിച്ചത്, ഇവൻ മിടുക്കൻ, ശിഷ്യൻ ഭയങ്കര മിടുക്കനാണ്, വലിയ അസ്ത്രവിദ്യക്കാരനാണ്, അവനെ ഇനി അങ്ങനെ കൂടുതൽ ഷൈൻ ചെയ്യേണ്ട, എന്ത് ഗുരുദക്ഷിണോ എന്ന് വെച്ചപ്പം വെള്ളം കറുത്തു കൊടുക്കാൻ പാടില്ല, പിന്നെ അവൻ്റെ പണി അങ്ങ് നിൽക്കുമല്ലോ. അതല്ല ഗുരുനാഥൻ. ആ സന്ദർഭത്തിൽ ആ സാറ് പറഞ്ഞ വാചകം ഞാൻ വീണ്ടും പറയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സഹോദരൻ അയ്യപ്പൻ ഘടകവിരുദ്ധമെന്ന് നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. കാരണം മനുഷ്യനല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിലും വെക്കൂ, അമ്പലത്തിൽ പോയെങ്കിലും പറ്റൂ
എന്തെങ്കിലും കല്ലെടുത്ത് ഉപയോഗിച്ച് വെക്കുമെന്നോ? സഹോദരൻ അയ്യപ്പൻ ഗുരുദേവനോട് പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ കുറെ കൂടെ അധീശത്തിൽ നിൽക്കുന്ന ആളാണ്. ഗുരുദേവനെ പറയാമായിരുന്നു, ശ്രീനാരായണ ഗുരു പറയാമായിരുന്നു, ഏയ് അയ്യപ്പൻ പറഞ്ഞത് തെറ്റാണ്, അവനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഗുരു എന്ന ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അയ്യപ്പൻ പറഞ്ഞതിൽ പൊരുളുണ്ട്, അതും സ്വീകരിക്കണം. അങ്ങനെ ശിഷ്യനെ കൂടെ സ്വീകരിക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരുനാഥൻ. ശിഷ്യൻ തെറ്റ് പറ്റിയാൽ തിരുത്തി കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ഇവിടെ എല്ലാവരും കൂടെ, ഞാനും ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരം സാറിനെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കാതെ നമുക്ക് എല്ലാവരും കൂടെ സംസാരിക്കുന്ന ഒരു പഠനക്കളരി നമ്മുടെ മനസ്സിലുണ്ട്. സാറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, സാർ വരണം, വരും, നിങ്ങൾ ക്ഷണിച്ചാൽ മതി, കൈയടിച്ച് സാറിനെ ക്ഷണിക്കുക. എനിക്കിപ്പോൾ സാർ വന്നേ ഉള്ളൂ, ഞാൻ വിളിച്ചാലും വരും, പേടിച്ചിലും വരും, സാർ വരും എന്നുള്ള ഉറപ്പാണ്. അന്ന് വരുമ്പോൾ സാധാരണ മണി കൊണ്ട് വരണം പറഞ്ഞാണ്, പറയാൻ പറ്റിയില്ല, കോട്ടച്ചാരല്ല. അപ്പോൾ ഇതിന് ഒരു ലളിതമായി ഹ്രസ്വമായി നന്ദി പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർ കൂടെയുണ്ട്. നന്ദി പറയാൻ മേഡത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ സാർ, പ്രിൻസിപ്പൽ മാഡം, നമ്മുടെ വിശിഷ്ടാതിഥി കൃഷ്ണമൂർത്തി സാർ, ഈ അധ്യാപക ദിനം നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകിയ ഒന്നാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ് അല്ല, സാർ നമ്മളോട് നടത്തിയ ആ ഒരു സംവാദത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷണത്തിൽ എന്താണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളത് ഒന്നുകൂടെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിനി അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, 1990-കളിൽ പുനലൂർ ശ്രീനാരായണ കോളേജിൽ ഞാൻ ചരിത്ര വിദ്യാർത്ഥിനിയായിരുന്നു. ആ സമയത്ത് മലയാളം കൈകാര്യം ചെയ്തിരുന്നത് മലയാളം അധ്യാപകൻ കൃഷ്ണമൂർത്തി സാറായിരുന്നു. സാറ് ഓർക്കണമെന്നില്ല, ഒരുപാട് കുട്ടികൾ ഇതുപോലെയല്ല, ഇതിനേക്കാളും വലിയൊരു ഹോളിൽ ഇതുപോലെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെല്ലാം സാറിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കും. സാറ് കൃത്യമായി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും സാറൊന്ന് നോക്കും. എല്ലാ മുഖങ്ങളിലൂടെയും സാറിൻ്റെ കണ്ണ് ഇങ്ങനെ കണ്ണോട്ടമുണ്ടാകും. സാധാരണ അധ്യാപകർ, പ്രത്യേകിച്ചും 90-കളിലൊക്കെ ശ്രീനാരായണ കോളേജിൽ വരുന്ന അധ്യാപകർ കുട്ടികളുമായി ഒരു വിധത്തിലും ഒരു തരത്തിലുള്ള കോണ്ടാക്ട്, ഇപ്പോൾ കാലം മാറി. ഇപ്പം എൻ്റെ മക്കളുമൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഞാൻ കോളേജ് അധ്യാപികമാർ അവരോട് നേരിട്ട് സംസാരിക്കാറുണ്ട്, അവരങ്ങോട്ട് സംസാരിക്കാറുണ്ട്, അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പില്ല. പക്ഷേ 90-കളിലെ അധ്യാപകർ വരുന്നു പോകുന്നു. എസ് എൻ കോളേജിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സംഘർഷം കലുഷിതമായിരുന്ന ഒരു കോളേജാണ് എസ് എൻ കോളേജ്. കോളേജുകൾ നമ്മൾ പളനിയിൽ പോകുന്നത് പോലെ പടികൾ കയറി 1008 പടിയേക്കാൾ കൂടുതൽ കാണുമെന്ന് എനിക്ക് എഴുതി നോക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് പടികളുണ്ട്. ഈ പടികൾ നമ്മൾ ബസ്സിലൊക്കെ തിങ്ങി നിറഞ്ഞ ബസ്സിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഈ പടികൾ കയറി മുകളിൽ വരുമ്പോൾ മുകളിൽ എത്തുമ്പോൾ തന്നെ അവിടെ വലിയൊരു ബഹളം കേൾക്കാം. നമ്മൾ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുമ്പോൾ മുകളിലത്തെ പടിയിൽ നിന്നും കുട്ടികൾ ചടപട ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തിന്? സംഘർഷം. വിദ്യാർത്ഥികൾ തമ്മിൽ എന്തിനോ ആർക്കോ വേണ്ടി സംഘർഷം അല്ലെങ്കിൽ അടിപിടിയാക്കണം. അപ്പൊ താഴത്തെ പടിയിൽ നിൽക്കുന്നത് ഞാൻ അതിവേഗം ഓടും, കാരണം എളുപ്പമാണല്ലോ ഓടാൻ. ഏറ്റവും താഴത്തെ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്, മുകളിലുള്ളവർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. എന്തിന് ഏതിനെന്ന് പോലും അന്വേഷിക്കാതെ താഴെ കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് കുട്ടികൾ പറയുന്നത്, ഇന്ന് SFIക്കാർ ഇവിടെ വലിയ SFIക്കാരും KSUക്കാരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു, അതിൽ SFI നേതാവിന്റെ തല പൊട്ടി അല്ലെങ്കിൽ KSU നേതാവിന്റെ തല പൊട്ടി അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉടനെ അടുത്ത ദിവസം പത്രം മറിച്ച് നോക്കുമ്പോൾ കാണാം, വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് പുനലൂർ എസ് എൻ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു, പുതിയ അധ്യയന ദിവസം പ്രിൻസിപ്പൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് അന്നത്തെ വിദ്യാഭ്യാസ രീതി. അന്ന് നമ്മളെ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് പരിമിതമായ പ്രവൃത്തി ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പഠന ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഞാൻ ഓർക്കുന്ന 2 മികച്ച അധ്യാപകർ. എന്നെ സംബന്ധിച്ച് ഞാനൊരു കുട്ടിയാണ്, നിങ്ങളിപ്പോൾ നമ്മളെല്ലാ പോലെ തന്നെ വലിയ അസാധാരണമായ ഒരു
പ്രതിഭയോ ഒന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ലല്ലോ. നമ്മൾ സാധാരണ നിലവാരമുള്ള കുട്ടികളാണ്. സാറ് പറഞ്ഞതുപോലെ ഉയർത്തി കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഉയർത്തിക്കാട്ടാൻ ആരുമില്ലാത്ത കാലഘട്ടം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് മുഖങ്ങൾ മാത്രം. ഞാൻ ഇപ്പോഴും പലരോടും ഞാൻ പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ മാഡത്തിനോട് ഞാൻ പറഞ്ഞു, കൃഷ്ണൻകുട്ടി സാറാണ്. സാർ കഴിഞ്ഞ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സാർ നമ്മുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ ആനന്ദ ഭവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്, അതിഥിയല്ലേ. അദ്ദേഹം വരുമ്പോൾ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നുറുങ്ങുകൾ അദ്ദേഹം തരും. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? നിരന്തരമായ വായനയിലൂടെയാണ്. നമ്മുടെ ഈ വേദിയിൽ തന്നെ ഈ സമയത്ത് തന്നെ അദ്ദേഹം മുംതാസിനെ കുറിച്ച് പറഞ്ഞു, ഷാജഹാനെ കുറിച്ച് പറഞ്ഞു, APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു, ഡോക്ടർ S രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതല്ലാത്തത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മനസ്സിൽ ഒരാകാംക്ഷ ജനിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമ്മൾ ചിന്തിക്കാൻ പ്രേരിതരാണ്. അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകത. ഇതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്. എത്ര കുട്ടികൾ, പല കുട്ടികളും ക്ലാസ് കട്ട് ചെയ്യുമെന്ന്. കാരണം സയൻസുകാരും ഹിസ്റ്ററിക്കാരും, അതായത് ഒരുപാട് മെയിൻ പ്രധാന വിഷയങ്ങൾ, ഐച്ഛിക വിഷയങ്ങളിലെ സെക്കൻഡ് ലാംഗ്വേജ് വരെ ഒരുമിച്ചാണ് ആ ക്ലാസ് ഇരുന്നത്. അതിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാരും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതാണ്. കുട്ടികൾക്കൊന്നും വളരെയധികം ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇരിക്കുക, പോവുക, ആരും ചോദിക്കാനോ പറയാനോ ഇല്ല. അപ്പൊ ആ ക്ലാസ് ഞങ്ങൾ തിരിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സായിരുന്നു സാറിന്റെ ക്ലാസ്. ഒന്ന്, സാറിൽ നമുക്ക് നൽകുന്ന പുതിയ പുതിയ അറിവുകൾ, നുറുങ്ങുകളായ നമ്മളിലേക്ക് പകരുന്ന അറിവ്. മറ്റേത് രസകരമായ ക്ലാസ്. സാർ ഒടുവിൽ നമ്മളോട് പറഞ്ഞല്ലോ, ക്ലാസ് റൂം എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ഡൈനാമിക് ആയിരിക്കണം, വളരെ എനർജറ്റിക് ആയിരിക്കും, ക്യൂരിയസ്, സ്റ്റുഡിയസ്, കുട്ടികളുടെ മനസ്സിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ക്ലാസ്. ഒരു സിനിമയിലെ ക്ലൈമാക്സ് പോലെ അധ്യാപികയുടെ ക്ലാസ് അവസാനിക്കുന്നത് വരെ കുട്ടി ആകാംക്ഷയോടുകൂടി ആ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ അത്തരത്തിലുള്ള അധ്യാപികമാരാകാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിനികളായിരുന്നു, ആയിരുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കും. ആണ്. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറക്കില്ല. സാർ എന്നെ മറന്നു കാണും, പക്ഷെ സാറിൻ്റെ മുഖവും സാർ ക്ലാസ്സിൽ വരുന്നതും തമാശകൾ പറയുന്നതും എല്ലാവരെയും ഒരുമിച്ച് നോക്കുന്നതും ഇതുപോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനർഗളമായി പോകാൻ, പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ പറയാൻ, പഠിപ്പിക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പലരും ഇതിലെ കഥാപാത്രങ്ങളിലായി ഇവിടേക്ക് വരികയും ചെയ്തു. അപ്പം അത്തരത്തിലുള്ള അധ്യാപികമാരാകാൻ നമുക്ക് കഴിയാൻ അദ്ദേഹം നമ്മളെ പ്രചോദിപ്പിച്ചു. ഒരു സ്പാർക്ക്, വായനയുടെ ഒരു ചെറിയ സ്ഫുരണം നമ്മളിലേക്ക് അദ്ദേഹം പകർന്നു തന്നിട്ടുണ്ട്. ഇനിയും വായിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഒരുപാട് വായിക്കാനും കുട്ടികളിലേക്ക് പകരാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുതന്നെ ആയിരിക്കട്ടെ ഈ അധ്യാപക ദിനത്തിൽ നമ്മൾക്ക് എടുക്കാനുള്ള പ്രതിജ്ഞ. എല്ലാവർക്കും ഒരു നല്ല അധ്യാപക ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അവസരത്തിൽ നമ്മുടെ ഈ കോവിഡ്, അതായത് ലോകം മുഴുവൻ ഒരു വൈറസ് ബന്ധിയാക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയൊരെണ്ണം കൂടെ ഉണ്ട്. പുതിയതല്ല, പഴയതാണ് നിപ്പ വൈറസ് അല്ലേ. അപ്പൊ നമ്മുടെ ലോകം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, കേരളം പ്രത്യേകിച്ചും. ആ സമയത്ത് അദ്ദേഹം ഈ ഒരു അവസരം നമ്മളെ തേടി വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വമായി നമ്മൾ കണക്കാക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങളോട് വളരെ ഇൻസ്പയറിംഗ് ആയി, വളരെ ഉണർവേകിയ ഒരു പ്രസംഗം അദ്ദേഹം നൽകി. അതിന് ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിലും ആനന്ദ് ഭവൻ സ്കൂളിലെ അധ്യാപിക എന്ന നിലയിലും എല്ലാ അർത്ഥത്തിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും സാറ് വരും, നമ്മളോട് സംസാരിക്കും. നമ്മളെ നല്ല അധ്യാപകരായി ഇതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ എന്നും നമുക്കൊരു സ്ഥാനമുള്ള അധ്യാപകരായി മാറാൻ കഴിയാൻ അദ്ദേഹത്തിൻ്റെ ആശീർവാദം നമ്മളോടൊപ്പം ഉണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസരം നമുക്ക് സംഘടിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ സുരേന്ദ്രൻ സാറ് സ്കൂളിൽ ഈ ക്യാമ്പസിലേക്ക് മാറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സഹ അധ്യാപകർ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സജീവമായ അധ്യാപകരെ കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കവികളും കലാകാരന്മാരും നാടകം, ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ, അതുപോലെ നമ്മുടെ കവി അരങ്ങുകൾ ഇതൊക്കെ സംഘടിപ്പിക്കുകയും വെറും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ലെവലിലല്ല, മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും ഒക്കെ ഉണർവേകിയ ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. പ്രിൻസിപ്പൽ മാം എപ്പോഴും സപ്പോർട്ടായി നമ്മളോടൊപ്പം ഉണ്ട്. അനധ്യാപകർ, ഈ സ്ഥാപനം കൂടുതൽ നല്ല രീതിയിൽ പോകുന്നതിനും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉപകരിക്കുന്നതോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഫ്രാൻസിസ് സാറിന് പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് അറിയിപ്പിച്ചിരുന്നു. അദ്ദേഹം അത്യാവശ്യമായി ധ്വജിക്കുക, ഒരു പുതിയ കാർ എടുക്കാൻ പോയിരിക്കുക. അതുപോലുള്ള കാര്യങ്ങൾക്ക് പോയിട്ടാണെന്നില്ല. ഞാൻ സാറിനോട് പ്രത്യേകം നന്ദി അറിയിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നു. ഇതൊരു പഠനക്കളരിയാണ്. ഇത് തുടർന്നു പോകേണ്ടത് പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൊടുക്കാൻ ദേശീയ ഗാനത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കൂടെ നല്ല നിവർന്ന് നിന്ന്